എങ്ങനെയാണ് ഈ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് വലിയ അത്ഭുതമാണ്. പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ സംവിധാനം, രാഷ്ട്രീയമായ നീക്കുപോക്കുകളാകട്ടെ, ഏതെല്ലാം തരത്തിലുള്ള ഭരണ സംവിധാനങ്ങളാകട്ടെ, ഇവിടെ അല്ലാഹുവിൻ്റെ ചില അസ്റാറുകൾ അതിൻ്റെ പിന്നിലൊക്കെ ഉണ്ട്. മുസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ഫിർഔൻ ഉണ്ടായില്ലേ? 60 കൊല്ലം എടുത്തിട്ടുണ്ട് ഫിർഔൻ നശിക്കണമെന്ന്. മുസാ നബി ദുആ ചെയ്തിട്ട് ഫിർഔൻ വെള്ളത്തിൽ മുങ്ങുമ്പോൾ 60 കൊല്ലമായിട്ടുണ്ട്. അതിനും അല്ലാഹുവിൻ്റെ ചില ഹിക്മത്തുകളുണ്ട്. സുബ്ഹാന മൻ തഅസ്സസ ബിൽ ഖുദ്റ, അല്ലാഹുവേ ഖുദ്റത്ത് കൊണ്ട് ഇസ്സത്തുള്ളവനായ റബ്ബേ, വഖഹറൽ ഇബാദ ബിൽ മൗത്ത്, മനുഷ്യരെ മരണം കൊണ്ട് നിയന്ത്രിക്കുന്ന, മരണം കൊണ്ട് കീഴടക്കിയവനായ റബ്ബേ. മനുഷ്യർക്ക് മരണം നൽകിയില്ല എങ്കിൽ മനുഷ്യനെ പിടിച്ചാൽ കിട്ടൂലായിരുന്നു എന്നാ. മനുഷ്യൻ മരിക്കൂല എന്ന് വെച്ചാൽ മനുഷ്യന്മാരെ പിടിച്ചാൽ കിട്ടൂല. അപ്പം ആകെ മരിക്കുമല്ലോ എന്നുള്ള പേടിയില്ല. ഒരു അസുഖം വരുമ്പോൾ പേടിയായിപ്പോയി, മരിക്കുകയാണല്ലോ. ഒരു വേദന വന്നാൽ പേടിയാണ്. ഡോക്ടർമാരൊന്ന് ടെസ്റ്റ് ചെയ്തോളൂ എന്ന് വെറുതെ പറഞ്ഞാൽ മതി, ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ, എന്നാലും പേടിയാണ്. എന്തേ? മരിക്കുമല്ലോ എന്നുള്ള വിഷമമാണ്. പൈസയും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര പേടി, അതൊക്കെ ഇട്ടേച്ച് പോവല്ലേ, വലിയ വിഷമമായിരിക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാത്ത പിഷ്കന്മാരാണെങ്കിൽ ടെൻഷൻ അടിച്ചവർ മരിക്കും. മരണം അള്ളാഹു മനുഷ്യനെ നിയന്ത്രിക്കാൻ വെച്ചൊരു സംഭവമാണ്. മനുഷ്യനെ കീഴടക്കാൻ, മനുഷ്യനെ ഒതുക്കാൻ വേണ്ടി അള്ളാഹ് ചെയ്ത പണിയാണെന്നാ മരണം. മരണമില്ലെങ്കിൽ മനുഷ്യന്മാരെ പിടിച്ചാൽ കിട്ടില്ല. അങ്ങനത്തെ അഹങ്കാരികളായി മാറാനെ. അതാണ് വഖഹറൽ ഇബാദ്. അള്ളാഹുവെ, നിന്റെ അടിമകളെ നീ അടക്കി ഒതുക്കി പിടിച്ചല്ലേ. എങ്ങനെ? ബിൽ മൗത്ത്, മരണം കൊണ്ട്. അങ്ങനത്തെ റബ്ബേ. ആരായി പറയണത്? മരിച്ചുപോയ ദാനിയാൽ നബി അലൈഹിസ്സലാം. അതിലൊന്നും വിശ്വസിക്കാൻ മുസ്ലിമീങ്ങൾ ഒരു പ്രയാസമല്ല. ഇതൊക്കെ വളരെ സ്വഹീഹായ ആധാറുകളാണ്. അതൊന്നും മായാവി കഥ എന്ന് പറയാൻ നിൽക്കണ്ട. ഇസ്ലാമിൽ നിന്നാണ് പുറത്തു പോകും. ഇതൊക്കെ ഉള്ളത് അമ്പിയാക്കന്മാരുടെയും മൗലിയാൻ്റെയും സംഭവങ്ങളെ നിഷേധിക്കാൻ പാടില്ല. നമുക്ക് മനസ്സിലായില്ല നമ്മൾ മുണ്ടാണ്ടിരിക്കുക എന്നല്ലാണ്ട് ഇല്ല, അത് തെറ്റാണ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതൊന്നും അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് വലുതല്ലേ. അള്ളാഹുവിനെ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് മനസ്സിലാക്കിയവൻ എന്താ അവിടെ പ്രശ്നം? അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അവൻ്റെ ഇബാദിന്, അവൻ്റെ ഖൽഖിന് വേണ്ട വിധത്തിൽ അവരിൽ ഇടപെടാൻ, അവർക്ക് കഴിയാത്തത് സാധിപ്പിച്ചു കൊടുക്കാനും സാധിക്കുന്നത് സാധിക്കാതെയാക്കാനും ഒക്കെ അള്ളാഹുക്ക് കഴിയും. അല്ലേ? യുദ്രിക്കുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാർ ലാ തുദ്രിക്കുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. ഇതല്ലേ അല്ലാഹു തആല. അപ്പോൾ ഈ ഒരു ദിക്ർ ഇങ്ങനെ ചൊല്ലുന്നത് കേൾക്കുന്നത് മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. യഹ്യാ നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ ഈസാ നബിയുടെ തൊട്ട് മുമ്പ് വന്ന നബി. ഈസാ നബി ആണെങ്കിലോ നമ്മുടെ റസൂലിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തട്ട് മുമ്പ് വന്ന നബി. അപ്പോൾ തേർഡ് ലാസ്റ്റ് പ്രവാചകനാണ് മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. യഹ്യാ നബി കഴിഞ്ഞാൽ പിന്നെ ഈസാ നബി, ഈസാ നബി കഴിഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫനാദാഹു മുനാദിൻ മിനസ് സമാ, ആകാശ ലോകത്ത് നിന്നൊരാൾ വിളിക്കുന്നു, യാ യഹ്യാ, യഹ്യാ നബിയേ, അനല്ലദീ തഅസ്സസ്തു ബിൽ ഖുദ്റ, ഞാനാണ് ഖുദ്റത്ത് കൊണ്ട് എല്ലാ തരത്തിലുമുള്ള കഴിവും സിദ്ധിയും കരുത്തുമുള്ള ഇസ്സത്തുള്ളവൻ, അത് ഞാനാണ് യഹ്യാ നബിയേ. വഖഹർതുൽ ഇബാദ ബിൽ മൗത്ത്, മനുഷ്യരെ മരണം കൊണ്ട്, മരണം എന്നൊരു പ്രതിഭാസം മനുഷ്യന് നൽകിയിട്ട് അവനെ കീഴൊതുക്കിയവനും ഞാൻ തന്നെയാണ്. മൻ ഖാലഹാ, ആരെങ്കിലും അത് ചൊല്ലുകയാണെങ്കിൽ, ഇസ്തഗ്ഫറ ലഹുസ് സമാവാതു വൽ അർളു വമൻ ഫീഹിൻ, ആകാശഭൂമികളും ആകാശഭൂമികളിലുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളും അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുമെന്ന് ഒരു വിളിയാളം മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം കേൾക്കുന്നു. അത് അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള വഹയായിരുന്നു. യഹ്യാ നബിയെ ആരാണ്? സുബ്ഹാന മൻ തഅസ്സസ ബിൽ ഖുദ്റ വഖഹറൽ ഇബാദ ബിൽ മൗത്ത്, ഇത് ചൊല്ലുന്നവർക്ക് മൻ ഖാലഹാ ഇസ്തഗ്ഫറ ലഹുസ് സമാവാതു വൽ അർളു വമൻ ഫീഹിൻ, ആകാശഭൂമികളിലുള്ള സർവരും ആകാശഭൂമികളടക്കം പൊറുക്കലിനെ ചോദിക്കുന്നു. പടച്ചോനെ, ഇങ്ങനെയൊക്കെ ഒരു ദിക്ർ ചൊല്ലിയാൽ ഈ പ്രപഞ്ചം എന്നൊക്കെ പറഞ്ഞാൽ എന്താ നമ്മൾ വിചാരിക്കുന്നത്? ഈ ഒരൊറ്റ ഈ ഹൊസങ്കടിയിൽ മാത്രം എത്ര ചെടികളുണ്ട്, എത്ര മരങ്ങളുണ്ട്, എത്ര കല്ലുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ എത്ര ചെറിയ ചെറിയ സൂക്ഷ്മമായ ജീവികൾ, ഈ എയറിൽ എത്ര ജീവികളുണ്ട് നമ്മൾ കാണാത്ത ജീവനുള്ള. പിന്നെ കോഴിപ്പം മൃഗമാണെന്നോ പക്ഷിയാണെന്നൊക്കെ ചർച്ചയാണ് അല്ലേ. അപ്പോൾ പക്ഷികളും ചെറുതും മൃഗങ്ങളും ഒക്കെ ഉള്ളൊരു ലോകമാണ്. വലിയ തമാശ നടക്കുന്ന ലോകമാണ്. അപ്പോൾ ഇത്രയെല്ലാം ജീവജാലങ്ങൾ നമ്മുടെ പരിസരത്ത് തന്നെ ഉണ്ട്. ഇവ തന്നെ ഇസ്തിഗ്ഫാർ ചോദിച്ചാൽ എത്രയായി? അള്ളാഹിൻ്റെ ആകാശ ലോകം എന്നൊക്കെ പറഞ്ഞാൽ എന്താണതൊക്കെ? യാ അള്ളാഹ്, അവിടേക്ക് എത്ര ദാബത്തുകളാണ്. അള്ളാഹുവിൻ്റെ